ഹായ് ഗായ്സ്. ഈ ഡെയിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നത് പടക്കളം എന്ന മൂവി നമ്മൾ OTTയിൽ കണ്ടിരിക്കുന്നു. സുരാജ് വെഞ്ഞാറമൂട്, ഷറഫുദ്ദീൻ, സന്ദീപ് പ്രദീപ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച മനു സ്വരാജ് രചനയും സംവിധാനം നിർവഹിച്ച് 2025 പുറത്തിറങ്ങിയ മലയാള സുപർജന നാച്ചുറൽ മലയാള കോമഡി ചിത്രമാണ് പടക്കളം എന്നാണ് ഈ സിനിമയുടെ പേര്. 2025 മെയ് 8 തിയേറ്ററിൽ റിലീസ് ചെയ്തു. ചിത്രം ബോക്സ് ഓഫീസിൽ വാണിജ്യ വിജയമായി മാറി. ഒരു കോമഡി പ്രാധാന്യമുള്ള മൂവിയാണ് എന്നത് നമുക്ക് മനസ്സിലാവും. ഇവിടെ സന്ദീപ് പ്രദീപ്, ഷറഫുദ്ദീൻ, നിരഞ്ജന അനൂപ്, സുരാജ് വെഞ്ഞാറമൂട്, പൂജ മനോഹരജ്, അരുൺ അജ്കുമാർ, ഇഷാൻ ഷൗക്കത്ത്, അരുൺ പ്രദീപ്, സറഫ് ബ്രോസ്, ഷാഫ് ബോൾ, അങ്ങനെ പല ആൾക്കാരും ഈ ഒരു സിനിമ പടക്കളം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ഒത്തുചേരലാണ്. അപ്പോൾ ഒരു പടക്കളം മൂവി എന്ന് പറയുന്നത് ഒരു ഗെയിം സ്ട്രാറ്റജി മൂവിയാണ്. ബോക്സ് ഓഫീസിൽ 17.4 കോർ നേടിയൊരു സിനിമ, 123 മിനിറ്റ്, നല്ലൊരു സിനിമ. OTTയിലാണ് ഞാൻ കണ്ടത്. റിലീസാകുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയില്ല, അതിന് സമയം നമുക്ക് അനുവദിച്ചില്ല എന്ന് പറയാം. സിനിമ അത്യാവശ്യം തിരക്കേടില്ല, നമ്മൾ ഒരുപാട് ചിരിച്ചു. ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റിലൂടെ തന്നെ സിനിമ മുന്നോട്ട് പോയിട്ടുണ്ട്. നമുക്കത് വളരെ ലേറ്റ് ആയതുകൊണ്ട് നമുക്കത് വലിയ രീതിയിലൊന്നും പറയാനുള്ള സമയമില്ല. ഈ ഒരു സിനിമ കണ്ടു എന്നതാണ്. കുറേ സിനിമ കാണാൻ വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട്. അതൊക്കെ കാണാം, കണ്ട അഭിപ്രായം പറയുന്നതായിരിക്കും. നമ്മുടെ ടോപ്പ് 10 ഡെയിലി വ്ലോഗിൽ സിനിമ റിവ്യൂ മാത്രം ചർച്ച ചെയ്യുന്നൊരു വ്ലോഗാണ്. അപ്പോൾ അവിടെ സീരിയസ് ആയ കാര്യങ്ങളൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ എങ്ങനെയുണ്ട് പടക്കളം, നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്നതാണ്. ഇതിൻ്റെ ഡയറക്ടർ മനു സ്വരാജ് എന്ന് പറയുന്ന വ്യക്തിയും പ്രൊഡ്യൂസർ വിജയ് ബാബുവും കൂടിച്ചേർന്നാണ് ഒരു കോമഡിക്ക് പ്രാധാന്യം. സുരാജ് വെഞ്ഞാറമൂടിനൊരു തിരിച്ചുവരവ് വന്നിരിക്കുന്നു. കോമഡി പരമായിട്ടും ഷറഫുദ്ദീൻ്റെ എന്നത്തെ പോലെ ഒരു സിനിമ തന്നെയാണ്. ഒരു വൈബ് പിടിച്ചുകൊണ്ട് ഷറഫുദ്ദീനാണ് ഇതിൻ്റെ വില്ലൻ എന്ന റോൾ. അതായത് പടക്കളത്തിലെ പഴയ കാലഘട്ടത്തിലെ ഒരു ചരിത്രത്തിൽ എഴുതി വെച്ച ഏതോ ഒരു നിഗൂഢതയിൽ പടക്കളം എന്ന് പറയുന്ന ഒരു കഥ, ഒരു സീനുണ്ട്. ആ സീനിനെ ആസ്പദമാക്കുന്ന ഒരു വെറൈറ്റി കഥ. ആ കഥ നമ്മളെ ത്രില്ലടിപ്പിച്ചു എന്നതാണ്. അപ്പോൾ ആ ത്രില്ലിങ്ങാണ് നമ്മൾ OTTയിൽ കണ്ടത്. അപ്പോൾ സിനിമ കാണാത്തവർ OTTയിൽ പോയി പ്ലാറ്റ്ഫോമിൽ കാണുക. ടെലിഗ്രാമിൽ വരുന്നുണ്ടാവും. അപ്പോൾ സിനിമ കാണാത്തവർ കണ്ട അഭിപ്രായം പറയുക. ബൈ ഫോർ